നമസ്കാരം. ഒരു കാലത്ത് വിവാഹമോചനം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ദുഃഖകരമായ അല്ലെങ്കിൽ അപമാനകരമെന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. പലരും നാണക്കേട് കരുതി ഇക്കാര്യം മറച്ചു വെച്ചിട്ടുള്ള സംഭവങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും നടക്കാറുള്ളതാണ്. മാത്രമല്ല ചിലരാകട്ടെ നിയമപരമായി വിവാഹമോചനം നടത്തിയാൽ ജനങ്ങളെല്ലാവരും അറിയും എന്ന് കരുതി ഒരു വീട്ടിൽ തന്നെ രണ്ടായി ജീവിക്കുന്ന എത്രയോ പേർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തു നിന്ന് പോലും പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് വിവാഹമോചനവും ഇപ്പോൾ വിവാഹം പോലെ തന്നെ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് പല ആളുകളും. ഇതോടനുബന്ധിച്ച് വലിയ തോതിലുള്ള പാർട്ടികൾ, അതുപോലെ ടാറ്റു കുത്തൽ, വിവാഹമോചന മോതിരമണിയിക്കൽ തുടങ്ങി ഒരുപാട് ആചാരങ്ങൾ ഇപ്പോൾ നമ്മുടെ ലോകത്ത് നിലവിലുണ്ട് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോളിവുഡിലെ പ്രമുഖരായ പല താരങ്ങളും അവരുടെ വിവാഹമോചനം വലിയ തോതിലുള്ള ആഘോഷങ്ങളാക്കി മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. വിവാഹമോചന മോതിരം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ വിവാഹ നിശ്ചയം അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് നടക്കുമ്പോൾ ഇടുന്നൊരു മോതിരമുണ്ട്. വരൻ്റെയും വരധുവിൻ്റെയും പേരുകൾ പരസ്പരം കൊത്തിവെച്ച മോതിരങ്ങൾ ധരിക്കുന്നത് ഒരു ആചാരമായി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തുടരുന്നുണ്ട്. ഏതായാലും വിവാഹമോചനത്തോടുകൂടി ഈ മോതിരത്തിന് പ്രസക്തി ഇല്ലാതായതോടെ പലരും ഇത്തരം മോതിരങ്ങളെ രൂപമാറ്റം വരുത്തി വിവാഹമോചന മോതിരങ്ങളായി ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനായി ചില പ്രത്യേക അടയാളങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ ഏതാണ് അടയാളം എന്നുള്ള കാര്യം നമുക്കിനിയും വ്യക്തമായിട്ടില്ല. ഹോളിവുഡിലെ ഒരു പ്രമുഖയായ നടി ഈയിടെ വിവാഹമോചനം നടത്തിയപ്പോൾ തൻ്റെ വിവാഹ നിശ്ചയ മോതിരത്തിലെ രത്നങ്ങൾ ഇളക്കിയെടുത്ത് മറ്റ് 2 മോതിരങ്ങൾ തീർത്തു എന്നാണ് പറയപ്പെടുന്നത്. അത്രയും ആഡംബരമുള്ള മോതിരമായിരുന്നു അവരുടെ മുൻ ഭർത്താവ് അവർക്ക് എൻഗേജ്മെൻറ്റ് സമയത്ത് അണിയിച്ചിരുന്നത്. അപ്പോൾ ഇത് വലിയൊരു പ്രസ്ഥാനമായി ഇപ്പോൾ മാറുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് വിവാഹമോചനം എങ്ങനെ ആഘോഷിക്കാം എന്നുള്ളത്. ഇത്തരം മോതിരങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന വലിയ ബോത്തിക്കുകൾ പലരുടെയും വിവാഹമോചനത്തോടനുബന്ധിച്ച് നമ്മൾ അവരുടെ കടയിൽ നിന്ന് മോതിരമൊക്കെ വാങ്ങുകയാണെങ്കിൽ വലിയ തോതിൽ വേണമെങ്കിൽ ആഘോഷവും സംഘടിപ്പിച്ച് തരുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചു കൂട്ടി ഇത്തരം ബോത്തിക്കുകളിൽ തന്നെ, അതിന് പുറത്ത് ഹോട്ടലിൽ പോകേണ്ട ആവശ്യം പോലുമില്ല, അവർ തന്നെ നമുക്ക് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി തരികയും അവിടെ നമുക്ക് വിവാഹമോചനം നടത്തിയതിൻ്റെ വലിയ തോതിലുള്ള ആഘോഷം നടത്താനും ഇപ്പോൾ ഏർപ്പാടുകളുണ്ട് എന്ന് പറയുന്നു. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഇത് കേട്ടുകേൾവി പോലാത്ത കാര്യമാണ്. ഒരുപക്ഷേ നമ്മുടെ നാട്ടിൽ രഹസ്യമായി ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അതുപോലെ ഒരുപാട് പേർ ടാറ്റു കുത്താറുണ്ടെന്ന് പറയുന്നു. താൻ വിവാഹ മോചിതയാണെങ്കിൽ മോചിതനാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ടാറ്റു കുത്തുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റൊന്ന് വൻകിട ഹോട്ടലുകളിൽ നടക്കുന്ന പാർട്ടികളാണ്. വലിയ നക്ഷത്ര ഹോട്ടലുകളിൽ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി അവിടെ വലിയ തോതിൽ ഈ വിവാഹമോചന ആഘോഷങ്ങൾ നടക്കാറുണ്ട് എന്നും വിവാഹമോചന കേക്ക്, നമ്മൾ സാധാരണ ജന്മദിന കേക്കൊക്കെ മുറിക്കുന്നത് പോലെ വിവാഹമോചന കേക്ക് മുറിക്കുന്ന രീതി നിലവിലുണ്ടെന്നും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ ഈ മധുര പലഹാര വിൽപ്പനശാലകളിലൊക്കെ തന്നെ ഡൈവോഴ്സ് കേക്കും ഇപ്പോൾ വളരെ സുലഭമായി ലഭിക്കുന്നുണ്ട് എന്നുമൊക്കെയാണ് റിപ്പോർട്ട്. മാത്രമല്ല ഇത്തരത്തിൽ വിവാഹമോചിതരായവരോട് അവരുടെ സുഹൃത്തുക്കൾക്ക് തന്നെ പറയാറുള്ളത് കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ തൻ്റെ പഴയ പങ്കാളിയെ മിസ് ചെയ്യുന്നു എന്ന് ഒരിക്കലും പറയരുത് എന്നാണ്. മാറിയ ജീവിത സാഹചര്യത്തിൽ പുതിയതായി വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ പഴയ പങ്കാളിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവരെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള വിവാഹമോചന ആഘോഷങ്ങൾ കൂടുതൽ സംഘടിപ്പിക്കുന്നത് സ്ത്രീകളാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോളിവുഡിലും ഒക്കെ ഉള്ള വലിയ വലിയ നടിമാരൊക്കെ തന്നെ അവരുടെ വിവാഹമോചനം ഈയിടെയായി വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളോട് തന്നെയാണ് നടത്തിയിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനൊക്കെ അവർ അനുവദിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഒരു ക്ലോസ്ഡ് പാർട്ടി ആയിരിക്കാം ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചു വരുത്തി ചിത്രീകരിക്കാൻ ആരെയും അനുവദിക്കാത്ത രീതിയിൽ വലിയ തോതിലുള്ള വിവാഹമോചന ആഘോഷങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കാലം മാറുന്നതനുസരിച്ച് ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ ഓർക്കുക. നമ്മുടെ പൂർവികർ വിവാഹമോചനം എന്നതൊരു പേടി സ്വപ്നമായി കണ്ടിരുന്ന സമയത്ത് വിവാഹമോചനത്തെ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നറിയാൻ നമ്മൾ ഒരുപക്ഷെ ഇനി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരും. കാരണം വിവാഹമോചിതരാകുന്ന വ്യക്തികൾ പിന്നീടുള്ള അവരുടെ തുടർ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ള ഒരു കാര്യത്തെ ആശ്രയിച്ചിരിക്കും അവരുടെ ജീവിതത്തിലെ വിജയവും പരാജയവും ഒക്കെ തന്നെ നിർണ്ണയിക്കപ്പെടുക. ചിലപ്പോൾ വിവാഹമോചനത്തിന് ശേഷം വളരെ നന്നായി ഒറ്റയ്ക്ക് സ്വന്തമായി അധ്വാനിച്ച് ജീവിച്ച് നന്നായി പോകുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ഒരുപക്ഷെ കേരളത്തിലാകാം ഇത്തരത്തിലുള്ള ട്രെൻഡുകളൊക്കെ തന്നെ ഇന്ത്യയിൽ ആദ്യം എത്താൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലുമൊക്കെ തന്നെ ഈ ഒരു വിവാഹമോചന ആഘോഷങ്ങൾ വലിയ താമസമില്ലാതെ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.